എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് വെച്ച് ഞാൻ ചോദിച്ചു. 6 or 7 years തരാനുണ്ട്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാവരും, വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ എൻ്റെ റിസപ്ഷന് ഞാൻ റെഡിയായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ, എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാ, ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പൊ ഞാൻ. കാരണം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി, ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഇന്നലെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു, അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എവിടെന്നോ നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ, അല്ലേ? പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കവർ ചെയ്യണ്ട, നിങ്ങൾ എല്ലാവരും പറഞ്ഞു, പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ. എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്, അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, അവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി. അങ്ങനെയാണോ സംഭവിച്ചത്? ആണോ? അല്ല, നിങ്ങൾ പറ, അങ്ങനെയാണോ സംഭവിച്ചത്? അല്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മളടുത്ത് വന്ന് നമ്മളത് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരെങ്കിലും പറഞ്ഞു. എന്റെ PR വർക്ക് ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ? ഈ പറഞ്ഞ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ്, നിങ്ങളെല്ലാം ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയുക ഗുണ്ടകളെ വെച്ച് നല്ല ഗുണ്ടായിസം കാണിച്ചതാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുമോ? എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു. ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിനായിരുന്നു. ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക്, കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും. അതിന് വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നാണല്ലോ ഇല്ലേ? അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും രാവിലാണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെയാണ് നിങ്ങൾ ചോദിച്ച ലിസ്റ്റിന്റെ കാര്യം എന്താന്ന് ഭയങ്കര വിഷമമായി പോയി നമുക്ക്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളടുത്ത് ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു, സംസാരിച്ചു. കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ, അല്ലേ? പേഴ്സണലായിട്ട് ഒരു അടുപ്പമുള്ള ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്തും സംസാരിക്കും, പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല. അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം. ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ്. എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ വരണം, നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ തന്നെയല്ലേ വിളിച്ചേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര നാളായിടോ നമ്മൾ കാണാൻ ഇല്ല എന്നെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു മീഡിയക്ക് ഒരു ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. എന്റെ അറിവിൽ അത് ഭക്ഷണത്തിന് ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയക്ക് ഒരു പാസ്. അല്ല, നമ്മൾ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? എനിക്ക് പാസ് ഇല്ലായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റില്ല.
നിങ്ങൾ ആരും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ സാധാരണ ഗ്രൂപ്പിലെ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കല്യാണത്തിന് സാരിഫ് എടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള ഇതുമായിട്ട് ഞങ്ങൾക്ക് മീഡിയക്ക് പ്രത്യേക സ്ഥലം തരാറുണ്ട്. ജിപിയുടെ കല്യാണത്തിനായാലും അങ്ങനെയായിരുന്നു. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഇത്രയും മീഡിയ വന്നത്. പക്ഷെ മട നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു. ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. എൻ്റെ ഫോൺ മുകളിലാണ്. എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതായത് ഇന്ന് തീയതി ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജേട്ടൻ അയച്ചതാണ്. രാജേട്ടന് അല്ലേ, രാജേട്ടൻ, നമ്മുടെ രാജേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത്, ഇന്ന് ഡേറ്റിന് കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രിയും ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രിയാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ, എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. PR വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക. എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു, ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നെന്ന്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവുമോ? അത് പറയണത് ശരിയാണോ? അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ? അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ. അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷെ അതനുസരിച്ച് എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഉള്ളിൽ കയറേണ്ട ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാൻ. അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു, ഉള്ളിൽ കയറി വീഡിയോ എടുത്ത് സ്ട്രൈക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചല്ലോ, വരുന്ന ആർട്ടിസ്റ്റിന്റെ ആ എൻട്രി ഒന്ന് എടുക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പിന്നെ ഞങ്ങൾ വീഡിയോ പുറത്താണ് അതൊക്കെ നടന്നത്. പക്ഷെ ഈ ഇൻസ്ട്രക്ഷൻ ബോഡി ഗാർഡിന് കൊടുത്ത ആരാണ് നമുക്കറിയാം. നമ്മുടെ ഇവന്റ് ടീമാണ് സ്പോൺസേഴ്സിനെ സെറ്റ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നൊരു സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അവർ അകത്തോട്ട് കയറാൻ, ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോൾ ബൗൺസർ വന്ന് വെളിയിലോട്ട് ആക്കുന്നതും. അല്ല ഞാൻ കണ്ടില്ല, സ്റ്റെപ്പില്ലേ സോറി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലോ. അല്ലല്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെല്ലുന്നു, അപ്പോഴത്തേക്കാണ് നല്ല ബാക്കിലോട്ട് കൊണ്ടുവരുന്നത്. അല്ല അതാ ഞാൻ പറയുന്നത്. അത് ശരിയാന്ന് നമ്മൾ വാദിക്കില്ല. അല്ല അതാ ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ചേട്ടാ